വളരെ പെട്ടെന്ന് അഭിമന്യു വധത്തിന് കുറ്റക്കാരെ ശിക്ഷിക്കാൻ CPM ധൃതിയായി. കഴിഞ്ഞ 6 കൊല്ലമായി ഇവരെവിടെയായിരുന്നു? യഥാർത്ഥ പ്രതികളെ ശരിക്കും അറസ്റ്റ് ചെയ്തോ? ആ പ്രതികളെ കിട്ടാൻ ഒരു വിഷമമില്ല, മറ്റു കേസ് പോലെയല്ല. വളരെ ലളിതമാണ്. മഹാരാജാസ് കോളേജിനകത്ത് വെച്ച് ഒരുപാട് ആളുകൾ കാണെ ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥി, വളരെ ചെറുപ്പമുള്ള ഒരു വിദ്യാർത്ഥി അഭിമന്യുവിനെ, SFI നേതാവിനെ നിഷ്കരുണം വെട്ടിക്കൊന്നിട്ട് അതിലെ പ്രതികളെ കിട്ടാൻ വർഷങ്ങളെടുത്തു. പ്രതികളെ കിട്ടാനില്ല, എന്ത് ചെയ്യും? ഓട്ടോറിക്ഷ കയറി പ്രതി പോയി. ഓട്ടോറിക്ഷ കയറി പ്രതി പോയി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പോലീസിൽ എവിടെയാ സ്ഥലം എന്ന് ആലോചിക്കണം. മഹാരാജാസ് കോളേജ്, കേരളത്തിലെ മധ്യ കേരള പോലീസിലെ IG-യുടെ ഏറ്റവും അടുത്ത ഓഫീസിന് വളരെ അടുത്ത്. എന്നിട്ടും പ്രതിയെ കിട്ടിയില്ല, വർഷങ്ങൾ പ്രതിയെ കിട്ടിയില്ല. പ്രതി എവിടെയോ പോയി, എന്തോ പോയി, എങ്ങനെയോ പോയി. ആ പ്രതികൾ ഏത് പാർട്ടിക്കാരാണെന്നറിയാം. SDPI-കാരാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. പോപ്പുലർ ഫ്രണ്ട് കണക്റ്റഡ് SDPI ആണെന്നുള്ളതിന്. എന്നിട്ടും എന്താ പിടിക്കാതിരുന്നത്? അവിടെയാണ് ഇപ്പോൾ അതിന്റെ കളി വരുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ അടി കിട്ടിയ CPM ഇവിടെ നയത്തിലൊരു ഷിഫ്റ്റ് വരുത്തിയതിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഷിഫ്റ്റ് എന്താ? ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിം മത തീവ്രവാദികളാണ്. BJP അത്ര കുഴപ്പമില്ല, മുസ്ലിം മത തീവ്രവാദികളാണ്. ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ടൊക്കെ വളരെ പെട്ടെന്ന്, SDPI ഒക്കെ മഹാതീവ്രവാദ ശക്തികളും വിധ്വംസക ശക്തികളും രാജ്യദ്രോഹ ശക്തികളുമായി. 2013 വരെ CPM-ന്റെ LDF-നെ സപ്പോർട്ട് ചെയ്തവരാണ് ഇവർ. ഇപ്പൊ K മുരളീധരനെ SDPI സപ്പോർട്ട് ചെയ്തു എന്ന് K മുരളീധരൻ പറഞ്ഞപ്പോ പിന്നെന്താ CPM മുമ്പോട്ട് പോകാതിരുന്നറിയോ? ശിവൻകുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേ തെരഞ്ഞെടുപ്പിൽ. കാരണം അവരൊരു നിലപാട് പറഞ്ഞു, എന്താ? BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP-ക്കെതിരായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ BJP തോൽക്കാൻ വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യും. അത് K മുരളീധരനായാലും B ശിവൻകുട്ടിയായാലും ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെയാണ് വോട്ട് ചെയ്തത്. മുരളീധരൻ വോട്ട് ചെയ്തതും അങ്ങനെയാണ്. മറ്റു പല മണ്ഡലങ്ങളിലും അതുപോലെ ചെയ്തിട്ടുണ്ട്. K സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും. പക്ഷേ CPM അതിന്റെ എല്ലാം കടത്തി. വിജയരാഘവനെ പോലൊരു, ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ ഭൗതിക നിലവാരത്തെ കുറിച്ചൊന്നും ഞാൻ വിശേഷണങ്ങൾ ചേർക്കുന്നില്ല. അദ്ദേഹം മറ്റു പലതും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ പറഞ്ഞത് വളരെ ഗംഭീരമാണ്. എന്താ? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് SDPI-യുടെയും അവർ പാർലമെന്റിലെത്തിയത്, ജയിച്ചെന്നല്ല, പാർലമെന്റിലെത്തിയത് SDPI-യും ജമാഅത്ത് ഇസ്ലാമിയും വോട്ട് ചെയ്തിട്ടാണ്. 3.5 ലക്ഷം വോട്ട് കിട്ടിയാൽ 3 ലക്ഷത്തില 4 ലക്ഷത്തോളം വോട്ട് കിട്ടി ജയിച്ച ആളുകൾ അവിടെയുള്ള വയനാട് മണ്ഡലത്തിൽ SDPI-യും ജമാഅത്ത് ഇസ്ലാമിയും ഇല്ലായിരുന്നെങ്കിൽ തോൽക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര വോട്ടുണ്ടാവും അവർക്ക്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. 2024 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിനേക്കാൾ കുറവാണ് വോട്ട് ചെയ്തത്. മൊത്തം 1 ലക്ഷത്തിൽ കുറവ് വോട്ടുണ്ട്. ഭൂരിപക്ഷം കൂടുകയും ചെയ്തു പ്രിയങ്ക ഗാന്ധി. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് മെയ് മാസത്തിൽ വോട്ട് ചെയ്ത ആൾ, ഏപ്രിൽ മെയ്യിൽ വോട്ട് ചെയ്ത ആളുകൾ പോലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് SDPI? എനിക്കറിയില്ല. അപ്പൊ SDPI, ജമാഅത്ത് ഇസ്ലാമി ഇക്കാലം അത്രയും ഇവരുടെ കൂടെ നിന്നവരാ. മാത്രമല്ല മണ്ഡലം നോക്കി ആളുകളെ വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എളമരം കരീമിന് ഒരിക്കൽ കിനാലൂർ സമരവുമായി ബന്ധപ്പെട്ട് കിനാലൂരിൽ ആളുകളെ അടിച്ചൊതുക്കിയ എളമരം കരീമിനെ തോൽപ്പിക്കണമെന്ന് സമരസമിതി തീരുമാനിക്കുമ്പോൾ ആ സമരത്തിന് കൂടെ നിന്ന സോളിഡാരിറ്റി ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു, ഞങ്ങൾ എളമരം കരീമിന് പിന്തുണയാണ് ചെയ്ത ആൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ തരാതരത്തിൽ അവരുടെ ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്, അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിപ്പോ പറയുന്നത് എന്തിനാ? തെക്കൻ കേരളത്തിലെ വോട്ട് നഷ്ടപ്പെടാതിരിക്കുക. ആ കാര്യമാണ് ഇപ്പൊ വന്നത്. ഇപ്പൊ എന്താ പറ്റിയേ? SDPI-യെ കൂടെ നിർത്തുകയായിരുന്നു ഇതുവരെ. SDPI-ക്കെതിരെ ഒരു വിരലനക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യം വന്നു. അപ്പൊ SDPI-യുടെ പ്രതികളെ ഉടനെ പിടിക്കണം. പെട്ടെന്ന് SDPI രാഷ്ട്രീയ ശത്രുക്കളായി. ഇന്നലെ വരില്ലേ ശത്രുക്കളായി. ഒന്നാമത്തെ കാര്യം, പോലീസ് എന്ത് ചെയ്യായിരുന്നു? പോലീസ് SDPI ആണോ പ്രതി, CPM ആണോ പ്രതി, കോൺഗ്രസ് ആണോ പ്രതി നോക്കലല്ലോ പോലീസിന്റെ പണി. ഇത്രയും വ്യക്തമായി നടന്ന ഒരു കൊലപാതകം, അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് പോകാൻ, അതിനുശേഷം നടന്നാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം. ഏതാണ്ട് സമയത്ത് നടന്ന അന്ന് അവരുടെയൊക്കെ കൊലപാതക കേസിൽ വിധി വന്നല്ലോ. പോലീസ് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, കേസിലെ വിധി വന്നു. എന്തേ ഈ കേസിൽ വിചാരണ പോലും ആരംഭിക്കാതിരുന്നത്? ശരിയായി. അതിന് കാരണം SDPI-യുമായി ഉണ്ടായ ഒത്തുതീർപ്പാണ്. ഇതിപ്പോ ഞാൻ പറയുന്നതല്ല. താനൂർ ജയിച്ച ഇപ്പോൾ മന്ത്രിയായ അബ്ദുറഹിമാൻ, LDF സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ച അബ്ദുറഹിമാൻ പറഞ്ഞു, എനിക്ക് SDPI പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരായി മത്സരിച്ച PK ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ നേതാവ് പറഞ്ഞു, ശരിയാണ്,
SDPI അയാൾക്ക് പിന്തുണ നൽകി. എന്ത് കാര്യത്തിന്? അഭിമന്യു വധത്തിലെ പ്രതികളെ രക്ഷിക്കാമെന്ന ഉറപ്പിൽ. എന്ന് പറഞ്ഞാൽ 2021 മുതൽ SDPI പ്രതികളെ രക്ഷിക്കാൻ പിണറായി സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരുന്നു. അത് ഇപ്പോൾ പൊളിഞ്ഞു. ഇനിയിപ്പോ SDPI പിടിക്കാതിരിക്കാൻ പറ്റില്ല. എന്നിട്ടോ വിചിത്രമായൊരു തീരുമാനം, അത് വേഗമാക്കാൻ സ്വരാജിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. സ്വരാജിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നു. സ്വരാജ് എന്താ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും വേഗം ചെയ്യുന്നു? അങ്ങനെ പറയേണ്ട ഒരു സ്ഥലമാണോ പോലീസ് സ്റ്റേഷൻ? എന്താ സ്വരാജിന്റെ ജോലി? എനിക്ക് മനസ്സിലായില്ല. ഈ കേസിൽ സ്വരാജിന് എങ്ങനെയാണ് കേസ് വേഗമാക്കാൻ പറ്റുക? പാർട്ടിക്ക് തെറ്റുപറ്റി, പാർട്ടിക്ക് ക്ഷീണം പറ്റി, പാർട്ടി വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. 8 കോടി രൂപ പിരിക്കുന്നതിൽ ശ്രദ്ധയൊക്കെ ഉണ്ടായിരുന്നല്ലോ. 8 കോടി രൂപയാണ് പിരിച്ചതെന്നാണ് പറയുന്നത്. എന്നിട്ട് അയാൾക്കൊരു വീട് വെച്ചു കൊടുത്ത് എന്തോ ഒരു ലൈബ്രറി ഉണ്ടാക്കി. ബാക്കി കാശ് ഇവര് മുട്ടടിച്ചോ എന്തോ ചെയ്യുന്നറിയില്ല. ഒരു പാർട്ടി ഓഫീസ് കിട്ടി. പാർട്ടി ഓഫീസിന്റെ മുകളിൽ എന്തിനു വാടകയ്ക്കും കൊടുത്തു. അതിനും പാർട്ടി കാശുണ്ടാക്കും. അപ്പോ ഇത്രയേ ഉള്ളൂ അഭിമന്യുവിന്. അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. എന്റെ പഴയകാല സുഹൃത്തും SFI സഖാവുമായിരുന്ന സൈമൺ ബ്രിട്ടോ ഇക്കാര്യത്തിൽ വളരെ ആശങ്കാകുലനായിരുന്നു എന്ന് എനിക്കറിയാം. ബ്രിട്ടോയ്ക്ക് വേണ്ടി എഴുതാൻ പോയിരുന്ന ആളാണ് ഈ അഭിമന്യു. ബ്രിട്ടോന് നല്ല വായനാശീലമുള്ള കുട്ടിയാണെന്ന് എന്നോട് ബ്രിട്ടോ ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല വായനാശീലമുള്ള അപൂർവം SFIക്കാരിൽ ഒരാളാണ് അഭിമന്യു. ഒരു ദളിത് ബാക്ക്ഗ്രൗണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇത്രയും പെട്ടെന്ന് വളരുന്നതിൽ ഇവിടെ ആർക്കെങ്കിലും വിരോധം ഉണ്ടായിരുന്നു? SFIക്കാർക്ക് അതിൽ താല്പര്യമില്ലാതിരുന്നു. വീട്ടിലേക്ക് പോയ ആളെ വിളിച്ചു വരുത്തി എന്തിനാണ്? നിരവധി ചോദ്യങ്ങളുണ്ട്. അത് വീട്ടിൽ പോയ ആളെ രാത്രി വിളിച്ചു വരുത്തുകയാണ്. ഇവിടെ പ്രചരണ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അയാളെ കൊല്ലുന്നത്? അപ്പോൾ SDPIക്കാർ വിളിച്ച ആൾ വരില്ലല്ലോ. അപ്പൊ ആര് വിളിച്ചിട്ട് ആൾ വന്നത്? ഇങ്ങനെ കുറെ കാര്യങ്ങളില്ലേ? ഇതൊന്നും അന്വേഷിച്ചില്ല. ഇതൊക്കെ അന്വേഷിക്കാൻ പോയാൽ പ്രശ്നമാവും എന്നതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ SDPIയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി കളിച്ച കളിയാണ്. എന്തായാലും ഇപ്പോൾ കളി പൊളിഞ്ഞിരിക്കുന്നു. ഇനി അന്വേഷണം ത്വരിതപ്പെടുത്താൻ സ്വരാജിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എനിക്കറിയില്ല ഇദ്ദേഹത്തിനെ ADGPയോ DGPയോ ആക്കിയോ. യഥാർത്ഥത്തിൽ പോലീസ് സ്വതന്ത്രമായി ഒരു കൊലപാതകം നടന്നു. അതിലെ പ്രതികളെ പിടിക്കാൻ പോലീസിന് ഒരാളുടെ ഒത്താശയും വേണ്ട, സപ്പോർട്ടും വേണ്ട, ഒരു തള്ളലും വേണ്ട, പൊള്ളലും വേണ്ട. കാരണം അതാണ് പോലീസ് ആവേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ ഇതുവരെയുള്ള അന്വേഷണം പാർട്ടി തടഞ്ഞിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഇപ്പോൾ അന്വേഷിക്കാൻ തുടരാൻ പറയുന്നതിനും അതിൻ്റെതായ രാഷ്ട്രീയ കാരണങ്ങൾ.